ഹലോ ഗൈസ്, നമ്മളെ വീട്ടിലെ ഒരു പ്ലാവാണ്. ഈ പ്ലാവിൽ നിറച്ചും ചക്ക പിടിച്ചിട്ടുണ്ട്. നല്ലോണം ഉണ്ട്. ഒരു 200 ചക്കയോളം ഉണ്ട്. ഇതിൽ വരിക്ക ചക്കയാണ്. പിന്നെ ഇങ്ങനെ വേവിച്ച് തിന്നാൻ നല്ല ചക്ക. പഴുത്ത അത്ര ഒരു ഗുണമില്ലാത്തൊരു ചക്കയാണ്. നല്ലോണം ഉണ്ട്. ചെറുതും വലുതുമായിട്ട് നല്ലോണം ഉണ്ട് ഈ പ്ലാവിൽ ചക്ക. നമ്മളെ അടുത്ത വീട്ടിലാണ്. എന്നോട് പറിച്ചോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറിക്കലുമുണ്ട്. അവർ പിന്നെ ഇവിടെ ഇല്ല, താമസം. അതുകൊണ്ട് നല്ലോണം ചക്ക ഉണ്ട്, നിറച്ചുണ്ട്. ഞാൻ ചക്കേനെ കൊണ്ട് ചിപ്സ് എല്ലാം ആക്കീനി. പിന്നെ ചക്ക വേവിച്ചിട്ട് കറി വെച്ച് തിന്നിന്. അതെല്ലാം നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതൊരു പ്ലാവ് നിറച്ചും അതാ മുകളിലും ഉണ്ട്, എല്ലാം ഉണ്ട്. മുകളിലെല്ലാം ചെറുമാതിരി. മഴയത്താകുമ്പോൾ എല്ലാം ഇങ്ങനെ ഇങ്ങനെ പോവും. ഇങ്ങനെ വീഴും മരത്തുനിന്ന്. ഇങ്ങനെ കാറ്റെല്ലാം വരുമ്പോൾ ഇങ്ങനെ വീഴും ചക്ക. ഇങ്ങനെ ഒന്നും ആവില്ല. വീണത് പറിക്കാലും പഴുത്തിട്ടാകുമ്പോൾ മുറിച്ച് തിന്ന കേടൊന്നും ഉണ്ടാവില്ല. നല്ല ചക്ക തന്നെ. പക്ഷെ അത്ര ടേസ്റ്റ് ഇല്ല പഴുത്താൽ. ഇത് പിന്നെ വേറൊരു പ്ലാവാണ്. ഇതും വരിക്കയാണ്. ഇത് തന്നെ വലിയ ചക്കയാവുന്നത്. പിന്നെ പഴുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ ചക്ക കുറവാണ്. ഒരു 2-3 ഇല്ലു. ഇതെന്ന് പറഞ്ഞാൽ അത്ര ഒരു വലിയ പ്ലാവല്ല, ചെറുമാതിരിയുള്ള ഒരു പ്ലാവാണ്. അതിൽ ചക്ക അത്രയേ ഉള്ളൂ. പിന്നെ ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഇല്ല, എൻ്റെ തന്നെ പ്ലാവാണ്. ഇതൊരു 6 മാസമായതിലും ചെറിയ പ്ലാവാണ്. മറ്റേ 300 റുപ്യ കൊടുത്ത് വാങ്ങിയതാണ്. ഇതിൽ ചക്ക പിടിച്ചിട്ടുണ്ട്. 2 ചക്ക ഉണ്ട്. ഒന്ന് ലേശം വലുതായി, ഒന്ന് ചെറുത്. ഇതെങ്ങനെയാണെന്ന് പഴുത്താൽ അറിയാം, ടേസ്റ്റ് നോക്കിയിട്ടാണ്. ഇനി ഇത് പറിച്ചിട്ടാകുമ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ചക്കയെ കുറിച്ചിട്ടെല്ലാം പറയാം, എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. പക്ഷേ വലിയതല്ല, സാധാരണ. ഒന്ന് കുറച്ച് വലുതായി, ഒന്ന് ചെറുത്. പ്ലാവാണെങ്കിൽ ചെറിയ പ്ലാവാണ്, 6 മാസമായതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പ്ലാവാണ്. വരിക്ക പ്ലാവ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. ഇനി അത് പഴുത്താൽ അറിയാം എങ്ങനത്തേതാണെന്ന്. പ്ലാവിൻ്റെ തണ്ടാണെന്ന് നോക്കി ചെറുത്ത് അത്രയേ ഉള്ളൂ. നല്ല തേൻവരിക്ക പറഞ്ഞിട്ടാണ് അവർ തന്നത്. പിന്നെ ഇതൊരു പ്ലാവ് എന്ന് പറഞ്ഞാൽ പിന്നെ ചക്ക കുറേ ഉണ്ടായിന്. ഒരു 5-6 ചക്ക ഉണ്ടായിന്. എല്ലാം പറിച്ച് ഞാൻ കറി വെച്ചു. പിന്നെ പഴഞ്ചക്കയാണ്. ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പഴുത്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ പഴമായതുകൊണ്ട് വലിയൊരു ഇഷ്ടമല്ല എല്ലാവർക്കും. അപ്പോൾ നല്ല മധുരമുണ്ട്, പഴുത്താൽ നല്ല മധുരമുണ്ട്. പക്ഷേ എല്ലാവർക്കും വലിയ ഇഷ്ടമല്ല പഴമായതുകൊണ്ട്. വരിക്ക ചക്കയാണെങ്കിൽ നല്ലോണം തിന്നും എല്ലാവരും. വെച്ചാൽ നല്ല സൂപ്പർ ചക്കയാണിത്. ഇതിലിപ്പോൾ ഒരു 3 ചക്കയേ ഉള്ളൂ. 4-5 പറിച്ചു. അതുകൊണ്ട് ചക്ക അത് കഴിഞ്ഞു. ഇത് വരിക്ക ചക്കയാണ്. ഇതിൽ നിറച്ചും ചക്കയുണ്ട്. ഇതിൽ ചുള കുറവാണ്. ഇത് വയ്ക്കാനും നല്ല ചക്കയാണ്, പഴുത്താനും നല്ല ചക്ക. ഇത് വരിക്ക ചക്ക അതിൽ കുറേ ഉണ്ട്. പക്ഷെ ചുള കുറവാണ്. വലിയതിൽ നല്ല ചുള ഉണ്ടാവും, ബാക്കിയൊന്നും ചുളയില്ലാത്ത ചക്കയാണ്. പിന്നെ നല്ല മധുരമുണ്ട്, നല്ല ചക്കയും. ഇത് നമ്മളെ അപ്പുറത്തെ വീട്ടിലത്തേതാണ്. വീട്ടിൻ്റെ അടുത്തുള്ളൊരു പ്ലാവാണ്. നല്ല ചക്ക, നല്ല വരിക്ക ചക്കയാണ്. ഇതിൽ കുറേ ഉണ്ട് ചക്ക. വലിയ ചോള ഉണ്ടാവും, ചെറിയ ഒരു ചോളയും ഉണ്ടാവില്ല. പിന്നെ ഇന്നലെ ഒന്ന് പറിച്ചിന്, നല്ല ചക്ക, സൂപ്പർ ചക്ക. ഇത് നമ്മളെ അയൽവാസിയുടെ പ്ലാവാണ്. അവർ ചക്ക പറിച്ചാൽ എനക്കും തരും. വലിയ ചക്ക പറിച്ചാൽ രണ്ടാളും പകുതി എടുക്കും. അങ്ങനെ വെക്കും. നല്ല ചക്ക, നിലത്ത് തന്നെ ഉണ്ട് ചക്ക. മണ്ണിൽ തന്നെ ഇങ്ങനെ കുത്തി ഉണ്ട്. അപ്പോൾ നല്ല ചക്കയാണ് വെക്കാനും. പഴുത്താലും നല്ല ചക്ക തന്നെ. പക്ഷെ ചോള തീരെ കുറവായിരിക്കും, ഉണ്ടാവേയില്ല ചോള. വലിയയിൽ മാത്രം, ചെറിയയിൽ ചോളയേ ഇല്ല. നല്ല ചക്ക നല്ലോണം ഉണ്ട്. കഴിഞ്ഞെല്ലാം നല്ലോണം ഉണ്ടായി ചക്ക. ഇക്കെല്ലാം കുറവാണ് ഇതിൽ ചക്ക.
അതിൻ്റെ കുരുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ. ചക്കക്കുരു നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ. ചക്കക്കുരു ഇതിൻ്റെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചെമ്മീനെല്ലാം ഇട്ട് കറി വെച്ചാൽ നല്ല സൂപ്പറാണ്. പറങ്കിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം വെളുത്തുള്ളി എല്ലാം ഇട്ട് കറി വെച്ചാൽ നല്ല